ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് പാസ്സായവർക്ക് പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ ജോലി നേടാൻ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഓഗസ്റ്റ് 5 വരെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി, യോഗ്യത, അതുപോലെ ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം, കൂടാതെ ഏതൊക്കെ തസ്തികയിലേക്കാണ് നിയമനം ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിൽ അപേക്ഷിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. കേരളത്തിൽ 2433 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷകൾ അയക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണക്കും ഇംഗ്ലീഷും ഉൾപ്പെടുന്ന 10ാം ക്ലാസ് പാസ്സായവരായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ അറിവുള്ളവരായിരിക്കണം. അതോടൊപ്പം സൈക്കിൾ ഓടിക്കാനും അറിഞ്ഞിരിക്കണം. ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിൽ നിയമനം ലഭിക്കുന്നവർക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക. അതുപോലെ പോസ്റ്റ് മാസ്റ്റർ തസ്തികയിൽ നിയമനം ലഭിക്കുന്നവർക്ക് 10,000 രൂപ മുതൽ 24,470 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക. ഈ ഒരു ജോലിയിൽ നിയമനം ലഭിക്കുന്നവർക്ക് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന വില്ലേജിലും, അതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിൽ നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസുകളുടെ അധികാര പരിധിക്കകത്തും താമസിക്കണം. നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഈ ഒരു ഒഴിവുകൾ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആലപ്പുഴ, ആലുവ, കോഴിക്കോട്, കണ്ണൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, ഇടുക്കി, ഇരിങ്ങാലക്കുട, കോട്ടയം, കാസർഗോഡ്, ലക്ഷദ്വീപ്, മഞ്ചേരി, മാവേലിക്കര, ഒറ്റപ്പാലം, പാലക്കാട്, പത്തനംതിട്ട, കൊല്ലം, RMSCT കോഴിക്കോട്, RMSCT എറണാകുളം, RMSCT തിരുവനന്തപുരം, തലശ്ശേരി, തിരൂർ, തിരുവല്ല, തൃശൂർ, തിരുവനന്തപുരം സൗത്ത്, തിരുവനന്തപുരം നോർത്ത്, വടകര എന്നീ ഡിവിഷനുകളിലൊക്കെയാണ് ഈ ഒരു ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ജോലിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് 10ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും. കൂടാതെ മെറിറ്റ് ലിസ്റ്റിൽ ഒരേ റാങ്കിൽ വന്നാൽ ഉയർന്ന പ്രായക്കാർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് www.indiapostgdsonline.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷകൾ അയക്കേണ്ടത്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 5 വരെയാണ്. അപ്പോൾ യോഗ്യതയുള്ള എല്ലാ ആളുകളും, യോഗ്യതയുള്ള ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.